നമസ്കാരം. നമ്മളിപ്പോൾ കൊല്ലം കരുനാഗപ്പള്ളിയിൽ ശ്യാംകുമാർ സാറിൻ്റെ വീട്ടിലുള്ളത്. സാറ് MG യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ടെസാ ഫർണിച്ചറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ട് അങ്ങനെ നമ്മൾ ആട് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുന്നത്. ഇന്നാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. എന്നപ്പം എൻ്റെ ഇൻറ്റീരിയറായിട്ട് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവുന്ന ഡിസൈൻസിലാണ് നിങ്ങൾ സോഫ ആണെങ്കിലും കട്ടിലാണെങ്കിലും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ മാച്ച് ആവുന്നതായിട്ട് എനിക്ക് തോന്നി. എന്നിട്ട് ഞാൻ എൻ്റെ ഡിസൈൻസ് നിങ്ങളെ കാണിച്ചു. എക്സാക്ട്ലി തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നിങ്ങൾ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കളർ തീമും ഞാൻ പറഞ്ഞ ഡിസൈനും എക്സാക്ട്ലി അതുപോലെ തന്നെ എനിക്ക് വർക്കൗട്ട് ചെയ്ത് തന്നു. ഡിസൈൻസും കളറും എല്ലാം ഞാൻ വാട്സപ്പ് വഴിയാണ് അയച്ചു കൊടുത്തത്. നമുക്ക് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഈ 3D ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേന് എന്ത് കളറാണ് ആർക്കിടെക്ട് ഉദ്ദേശിക്കുന്നത്, ക്ലൈൻറ്റ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും ചാറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പ്രോസസ് ചെയ്യുന്നു, കളർ പിക്ക് ചെയ്തിട്ട് ആണ് ചെയ്യാറ്. പിന്നെ നമുക്ക് മെയിനായിട്ട് ബെഡ് കോട്ടിന് മാത്രമേ ഓർഡർ ഉണ്ടായിരുന്നത്. അതിന് പിന്നെ സോഫ, മാട്രസ് എല്ലാത്തിലേക്കും ഓർഡർ വന്നു. അപ്പോൾ സോഫ എന്ന് പറയുന്നത് സിമ്പിൾ ഡിസൈനാണ്. പക്ഷേ ഈ സാധനം ഇവിടെ സിമ്പിളായിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ മേടിക്കാനും കിട്ടും. കുറച്ചും കൂടി കോസ്റ്റ് കുറവായിരിക്കും. നമ്മുടെ സ്ട്രക്ചറിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ കംപ്ലീറ്റ് 16 സ്ക്വയർ ഫീറ്റിൻ്റെ സ്ട്രക്ചറിലാണ് സോഫ മേക്ക് ചെയ്യുന്നത്. അതേപോലെ ഫോമിൻ്റെ കാര്യങ്ങളും ഉപയോഗിക്കുന്ന ബ്രാൻഡ് പെപ്സിൻ്റെ ബ്രാൻഡിൻ്റെ ഫോം യൂസ് ചെയ്യുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് സാറ് ഈ സോഫയിലേക്ക് വന്നത്. പിന്നെ വർക്കൗട്ട് ചെയ്ത് വന്നപ്പം ഞാൻ വളരെ സാറ്റിസ്ഫൈഡ്. ഓരോ സ്റ്റേജിലും അതിൻ്റെ പ്രോഗ്രസ് എന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. യൂസ് ചെയ്യുന്ന ക്ലോത്തിനെ പറ്റി എനിക്കൊരു അവയർനെസ് തന്നിട്ടുണ്ടായിരുന്നു. ഫോമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഓരോ സ്റ്റേജിലും അതിൻ്റെ പ്രോഗ്രസ് എന്നെ കൃത്യമായിട്ട് കാണിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പം വർക്കൗട്ട് ചെയ്ത് വന്നപ്പോഴും എനിക്കറിയാം എക്സാക്ട്ലി അത് തന്നെ വരുമെന്ന്. റിയാലിറ്റിയിൽ വന്നപ്പോഴും ഞാൻ എന്താണോ കൊടുത്തത് അത് തന്നെ എനിക്ക് മേക്ക് ചെയ്ത് തന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റും ഓർഡിനറി ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിരുന്നു. ലെങ്തും വിഡ്ത്തും ഒക്കെ സോഫയുടെ ഒക്കെ കുറച്ച് കൂടുതലായിരുന്നു. അതെല്ലാം അതുപോലെ തന്നെ എനിക്ക് വർക്കൗട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കളർ തീമൊക്കെ കൂടുതലും വൈഫാണ് സജസ്റ്റ് ചെയ്തത്. അപ്പം ഇതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പൊതുവെ നമ്മൾ ചെയ്ത വർക്കിൻ്റെ. അതെ, ഈ ക്ലോത്തും ഒക്കെ വളരെ നല്ലതാണ്. ഇത് നമുക്ക് വാട്ടർ റിപ്പല്ലൻ്റ് ആണ്, വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. ഇരിക്കുമ്പോഴും അതിൻ്റെ ഒരു കംഫർട്ട് ഉണ്ട്. ഡീപ്പായിട്ട് മനസ്സിലാക്കിയാലേ മെറ്റൽ സ്ട്രക്ചറിൽ ഫർണിച്ചർ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാർ വില മാത്രമേ കമ്പയർ ഉള്ളൂ. രണ്ട് വില നോക്കിയിട്ട് കൂടുതലും കുറവും മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിമുണ്ടാവും. അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ മേടിക്കുന്ന വിലക്കുണ്ടോ ഇല്ല എന്നുള്ള മനസ്സിലാക്കണമെങ്കിൽ അത് ഒരു നോളജ് വേണം നമുക്ക്. പിന്നെ നമുക്ക് ഫിറ്റിങ്ങും കുറച്ച് സമയം എടുത്തുള്ളൂ. അത് 1.5 മണിക്കൂർ കംപ്ലീറ്റ്. അതെ, ശരിക്കും ഇവർ വരുമ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാനൊരു ഹാഫ് ആൻ അവറിൽ വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വന്നപ്പോൾ ഏതാണ്ട് ഒരു 1 hour ആയി. ആ സമയത്ത് ഇവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളൊരു 1.25-1.5 മണിക്കൂർ. അത് ഒരുപാട് പണിക്കായിരുന്നില്ല, 2 പേരുണ്ടായിരുന്നു. 2 പേരുണ്ട്. കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് നാളെ രാവിലെ ഹൗസ് വാമിംഗ് ആണ്. അതിൻ്റെ തിരക്കിലാണ് സാർ. അങ്ങനെ. അപ്പോൾ താങ്ക്സ്. ശരി.